ഇത്രയും സഹായമൊക്കെ നമുക്ക് ഒരുവിധം സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയൊന്നും നമ്മളെ കയ്യിൽ കിട്ടില്ല, അത് അതിലേക്ക് അവർ അങ്ങനെ പോകുന്നു. പക്ഷെ സഹായമൊക്കെ കിട്ടില്ല. ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തു തന്നു. അതിന് ഞങ്ങൾ സന്തോഷം അർപ്പിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് അതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. എന്താ വെച്ചാൽ ഈ 300 രൂപ വെച്ച് ഇനി ഞങ്ങൾക്ക് അനുവദിച്ച് തരണം എന്ന് ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് പണിയും തരമൊന്നുമില്ല, വയസ്സായവരാണ്. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീടുകൾ ഇതാകണം. 27-ാം തീയതി തറക്കല്ലിടുന്നത് പറയുന്നുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് കേട്ടപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീടായാൽ അത്രയും സന്തോഷമുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല. അത്ര പറയാൻ. ഞങ്ങൾ പ്രളയത്തിൽ നിന്ന് വന്ന് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ക്യാമ്പിൽ വന്ന്, ക്യാമ്പിൽ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെ താമസം മാറ്റി ഞങ്ങൾ വാടക റൂമിലേക്ക് വന്ന് വാടക വില കൊടുക്കുന്നത്. വാടക ഞങ്ങൾക്ക് അറിയണ്ട. കറണ്ട് ബില്ലും ഞങ്ങൾ അടച്ചിട്ടില്ല. കറണ്ട് ബില്ലും പിന്നെ ഇവർ തന്നെയാണ് അടയ്ക്കുന്നത്. ഞങ്ങൾക്ക് 300 രൂപ കിട്ടിയിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. ഇപ്പോൾ ഇനിയും ഞങ്ങൾക്കത് കിട്ടണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വേറെ ഞങ്ങൾ അവിടെ ആകുമ്പോൾ ഞങ്ങൾ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ 300 വെച്ചിട്ട് ഇനിയും കിട്ടിയാൽ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു. പിന്നെ ടൗൺഷിപ്പ് ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു വീട്, എത്രയും പെട്ടെന്നൊരു വീട് കിട്ടിയാൽ ഞങ്ങൾക്ക് അതിൽ കിടന്ന് മരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം.